അമേരിക്കൻ വ്യോമതാവളത്തിൽ ഖത്തറിന്റെ പ്രത്യേക കേന്ദ്രം ഒരുക്കിയിരിക്കുകയാണ് യുഎസ്. ഐഡഹോയിലെ മൗണ്ടൻ ഹോം എയർ ബേസിലാണ് ഖത്തർ വ്യോമസേനയ്ക്ക് സൗകര്യമൊരുങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അബ്ബാസ്, ഇപ്പോൾ ഖത്തറിന് അമേരിക്കൻ വ്യോമതാവളത്തിൽ ഒരു പ്രത്യേക കേന്ദ്രം ഒരുക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറൊക്കെ ഒപ്പിട്ടു എന്ന് മനസ്സിലാക്കുന്നു. ഇത് ഏത് പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കടന്നത്? അമൃത, നമ്മൾ നേരത്തെ അറിയുന്നത് പോലെ തന്നെ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണം, ഈ ആക്രമണത്തിന് ശേഷം യുഎസുമായുള്ള പ്രതിരോധ പങ്കാളിത്തം സഹകരണം വർദ്ധിപ്പിക്കാൻ ഖത്തർ ഭരണകൂടം നേരത്തെ തീരുമാനമെടുത്തിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഖത്തർ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധകാര്യ സഹമന്ത്രിയുമായ ഷെയ്ഖ് സൗദ് ബിൻ അബ്ദുൽ റഹ്മാൻ ബിൻ ഹസൻ അൽഥാനി യുഎസ് സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സന്ദർശന വേളയിലാണ് ഇങ്ങനെയൊരു തന്ത്രപ്രധാനമായ ഒരു ധാരണാപത്രത്തിൽ ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവെക്കുന്നത്. അഥവാ ഐഡഹോയിലെ ഒരു യുഎസിൻ്റെ വ്യോമത്താവളത്തിൽ ഖത്തറിൻ്റെ വ്യോമ ജെറ്റുകൾക്ക് ഒരു ഇടം കൊടുക്കുന്നതാണ് ഈ കരാർ. ഈ കരാർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു തന്ത്രപ്രധാന പ്രാധാന്യം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇസ്രായേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇവിടെ ഖത്തറിൻ്റെ സുരക്ഷയ്ക്കായി ഒരു അസാധാരണമായ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ട്രംപ് ഒപ്പുവെച്ചിരുന്നു. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു. കാരണം ഇനിയൊരു ആക്രമണം ഖത്തറിൻ്റെ മേൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പുവെച്ചിരുന്നത്. അതൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഖത്തറിനെതിരെയുള്ള ഏതൊരു ആക്രമണവും യുഎസിനെതിരെയുള്ള ആക്രമണം ആയി കണക്കാക്കും എന്നുള്ളതായിരുന്നു ആ എക്സിക്യൂട്ടീവ് ഉത്തരവിന്റെ കാതൽ. ഇതിന് പിന്നാലെയാണ് അമേരിക്കയിലെ ഒരു വ്യോമത്താവളത്തിൽ ഖത്തറിന്റെ ജെറ്റുകൾക്ക് ഇടം കൊടുക്കുന്ന ഒരു സുപ്രധാനമായ ഒരു ധാരണാപത്രത്തിൽ കൂടി യുഎസും ഖത്തറും ഒപ്പുവെക്കുന്നത്. അമൃത.